ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. ലാസ്റ്റ് എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ, അതായത് ഞാനൊരു സ്ഥലത്തേക്ക് വീഡിയോ ചെയ്യാൻ പോവാണ്, പക്ഷെ ട്രാഫിക് കാരണം എനിക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ആ സ്ഥലത്തേക്കാണ് പോണത്. അപ്പോൾ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, നല്ലൊരു റൈഡിങ് എക്സ്പീരിയൻസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ റൈഡ് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി സ്ഥലത്ത് കൂടെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഓക്കെ. Morning itself heavy traffic guys. Oh no, cows. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ പറയപ്പെട്ട ആ സ്ഥലം. ഓക്കെ, ഇതൊരു IT പാർക്കാണ്. അപ്പോൾ നോക്കിയേ, ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണിത്. സോ ആ ഭാഗത്താണ് എൻ്റെ ഓഫീസ് ഉള്ളത്. കാക്ടസ്, രണ്ട് പുറത്തും ബിഗ് കമ്പനീസാണുള്ളത്. പിന്നെ ഗൈസ്, ഈ റോഡിൻ്റെ എൻട്രൻസ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം സെക്യൂരിറ്റി ഗാർഡ്സ് ഉള്ളത് കൊണ്ട് ഞാനത് ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. വാവ്, ഈ റോഡ് നല്ല സുഖമാണ് ഓടിക്കാൻ. ഈ റോഡിൽ തന്നെയല്ല, ജോഗ് ചെയ്യാൻ അതുപോലുള്ളതൊക്കെ നല്ല സുഖമായിട്ട് പറ്റും. കാരണം ഇതൊരു IT കമ്പനിയുടെ IT പാർക്കിൻ്റെ ഉള്ളിലല്ലേ, അതുകൊണ്ട് തന്നെ വെൽ മെയിൻറ്റൈൻഡ് ആണ്. big skyscrapers all around. Wow man, it's really wonderful. ഇതാണ് ഫോർഡ് കമ്പനി. സൈഡിൽ ഈ റോഡിൻ്റെ ആ സൈഡിൽ കൂടെ നിറച്ച് മുള നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ആ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. അവിടെ കുറച്ച് വെള്ളക്കെട്ടൊക്കെ കാണുന്നുണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ ഐ ക്യാൻ ഡു ഇറ്റ് ഓർ നോട്ട്. ലെറ്റ് മീ ഗോ ദാറ്റ് സൈഡ്. സൂപ്പർ ഏരിയ കേട്ടോ അത്. നിറച്ച് മരങ്ങളും പിന്നെ ഒരുപാട് പക്ഷികളും ഉണ്ട് ഇവിടെ. ലുക്ക് അറ്റ് ദിസ് ഗൈസ്, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. സോ അമേസിങ്. സി ആക്ച്വലി ഈ ഒരു OMR എന്ന് പറയുന്ന സ്ഥലം തന്നെ ഫുള്ള് ഈ കായലൊക്കെ നികത്തിയിട്ട് ഉണ്ടാക്കിയ സ്ഥലങ്ങളാണ്. ഓക്കെ, ആ കായലൊക്കെ നികത്തിയ സ്ഥലത്താണ് ഇതുപോലെ കമ്പനീസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. പണ്ടത്തെ കാലത്തെ കഥയാണ് കേട്ടോ. ഇവിടെ എത്രയേ ഉള്ളൂ. ഇനി ലെറ്റ്സ് ഗോ. ആ കമ്പനി ഏതാണെന്ന് അറിയാമോ? അതാണ് കോഗ്നിസന്റ്. CTS എന്ന് പറയപ്പെടുന്ന കമ്പനി. ഇപ്പോഴും കൂടുതലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു കമ്പനിയാണത്, കോഗ്നിസന്റ്. നിങ്ങൾക്ക് ഇവിടുന്ന് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഈ കമ്പനിയാണ് തൊട്ടപ്പുറത്ത്. ഈ ബിൽഡിംഗ് ആണ് ഫോർഡ്. ആക്ച്വലി അതിൻ്റെ ഫോർഡ് നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് പൂട്ടിപ്പോയി. ഇപ്പോൾ ഓൺലി സർവീസ് മാത്രമേ ഉള്ളൂ. തിരിച്ചു വരുന്ന പല അഭ്യൂഹങ്ങളും കേൾക്കുന്നുണ്ട്. അറിയില്ല എന്താണ് കറണ്ട് സ്റ്റാറ്റസ് എന്ന്. സോ ദീസ് ആർ ദ ടു കമ്പനീസ് വിച്ച് റൈറ്റ് നൗ ഐ ആം ടോക്കിംഗ് അബൌട്ട്, ആൻഡ് mighty Tech Mahindra here. So I will just go there and take the Tech Mahindra building also in my video. This is Tech Mahindra. Ford. See guys, actually ഞാൻ പല തവണ വീഡിയോ എടുത്തപ്പോഴൊക്കെ ഫെയിലായി. കാരണം ടൈം വാർപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റിങ്സിലായിരുന്നു ഉള്ളത്. അപ്പോൾ വീണ്ടും ഞാനൊരു വട്ടം കൂടി തിരിച്ചു വന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് ടെക് മഹീന്ദ്ര. സോ ബ്യൂട്ടിഫുള്ളി മെയിൻറ്റെയിൻഡ്. സൂപ്പർ. ടെക് മഹീന്ദ്രയുടെ ഔട്ട്ലുക്ക് നല്ല ഭംഗിയുണ്ട്. ഒരു ഗ്രേ കളറ്
പിന്നെ അതിലൊരു ചെറിയ റെഡ് കളർ, അതാണ് ടെക് മഹീന്ദ്രയുടെ ഒരു തീം. പിന്നെ ഈ റോഡിൻ്റെ ആ അറ്റം മുതൽ ഈ അറ്റം വരെ നമുക്കിതുപോലെ സൺഷെയ്ഡ് ഉണ്ട്. നോക്കിയേ, രണ്ട് സൈഡിലും സൺഷെയ്ഡ് ഉണ്ട്. അപ്പോൾ ആരെങ്കിലും നടന്നു വരികയാണെങ്കിൽ അത് കാരണവശാലും അവർക്ക് വെയിൽ കൊള്ളത്തില്ല. പിന്നെ എല്ലാ കമ്പനികളുടെ ഉള്ളിലും നല്ല ഗാർഡൻസ് ഉണ്ട്. അവിടേക്ക് പോയി കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം നമ്മുടെയൊക്കെ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. അവർക്ക് എന്തെങ്കിലും സംശയമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ വീഡിയോ എടുക്കലൊന്നും ശരിയാകത്തില്ല. ഈ ഒരു സ്ഥലം ഇതാണ്ടോ ഡിഫറെൻറ്റ്. ഈ ഒരു സ്ഥലം പ്രൈവറ്റ് ആണോ അതോ പബ്ലിക് ആണോ എന്ന് അറിയില്ല കേട്ടോ. അതാണ് എനിക്ക് കുറച്ച് വറി. എന്ത് കമ്പനി എന്നറിയില്ലേ, പുറത്ത് പേരൊന്നുമില്ല. HCL ടെക്. ആക്ച്വലി ഇവിടെ ആയിരക്കണക്കിന് എംപ്ലോയീസാണ് വർക്ക് ചെയ്യുന്നത്. അതും ചെറുതും വലുതുമായിട്ടുള്ള പലതരം ജോബിൽ. ഓക്കെ, എല്ലാം മോസ്റ്റ്ലി IT കമ്പനീസാണ്. അവിടെ ഇപ്പോൾ ടെക് മഹീന്ദ്ര നമ്മൾ കണ്ടു, കോഗ്നിസെൻ്റ് കണ്ടു, അതുപോലെ HCL ടെക് കണ്ടു. പിന്നെ വിപ്രോ, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കമ്പനി വിപ്രോ ആണ് വരാൻ പോകുന്നത്. സോ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. വിപ്രോ സോ നമ്മളുടെ റോഡ് ഓൾമോസ്റ്റ് തീരാനായി. അപ്പോൾ അതിൻ്റെ എൻഡിൽ ഒരു ചതുപ്പ് നിലം കൂടി ഉണ്ട്. ജസ്റ്റ് ഞാനൊരു ഒന്ന് കാണിച്ചിട്ട് നമുക്ക് പോവാം. പിന്നെ തൊട്ടപ്പുറത്ത് വേറൊരു മാർഷ് ലാൻഡും കൂടി ഉണ്ട്. ഈ മാർഷ് ലാൻഡിലൊക്കെ നിറച്ച് ദേശാടനക്കിളികളും അതുപോലെ വെറൈറ്റി പക്ഷികളും ഉണ്ടാവും. കാണാൻ നല്ല രസമാണ്. സൂമബിൾ ആയിട്ടുള്ള ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ സുഖസുന്ദരമായിട്ട് എടുത്ത് നമുക്ക് കാണാം. പക്ഷെ ഇതിൽ ഈ ഗോപ്രോയിൽ അധികം കാണാൻ പറ്റത്തില്ല ഒന്നും. ഇറ്റ് ഹാവ് ഇറ്റ്സ് ഓൺ ലിമിറ്റേഷൻസ്. കണ്ട, സോ മെനി ബേർഡ്സ്. നീർക്കാക്ക, പിന്നെ താറാവ് പോലുള്ള പക്ഷികൾ. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഇത് തന്നെയാണ്, അതായത് ചതുപ്പ് നിലങ്ങൾ. പിന്നെ ഒരുപാട് ബേർഡ്സ് സാങ്ച്വറീസ് ഉണ്ട് ഇവിടെ. നമ്മുടെ ചെന്നൈയിൽ തന്നെ, തമിഴ്നാട്ടിലുണ്ട്, ഒരുപാട് സ്ഥലത്തുണ്ട് ബേർഡ് സാങ്ച്വറീസ്. സോ നമുക്ക് പറ്റുകയാണെങ്കിൽ ഇൻ ഫ്യൂച്ചർ അതൊക്കെ നമ്മളുടെ വീഡിയോയിൽ കൊണ്ടുവരാൻ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. താങ്ക്സ് ഫോർ വാച്ചിങ്.